ഈ മനുഷ്യന്മാർക്ക് തല പീരാന്താവുന്ന സാധനം കേട്ടിട്ട് സെയിം സിറ്റുവേഷനോട് ഇപ്പൊ ഞാൻ കടന്നു പോകണം. കടന്നുറങ്ങാനും വയ്യ, ഒറ്റയ്ക്ക് ഇരിക്കാനും വയ്യ. എന്നാലും ഞായറാഴ്ചയിട്ട് ക്ലാസ്സും ഇല്ല. ഇന്നത്തെ അവധിയും പിന്നെ തലപ്പീരാന്ത് മാറ്റാൻ വേണ്ടി നമ്മളെ പ്രിയപ്പെട്ട ഒരാൾ കാണാൻ വേണ്ടി തീരുമാനിച്ചു. ആ വ്യക്തിയെ കാണി നമ്മൾ കോഴിക്കോട് വരെ പോകണം. സമയം ഏകദേശം 7 മണി ആയിട്ടുള്ളൂ. നമ്മുടെ ട്രെയിനാണ് 7:00. ഇതിൽ കുറെ കാലത്തിന് ശേഷം ഞാൻ ചീമ 7 മണി കാണും. എന്തായാലും ചീമിനോട് ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആക്കി തരാൻ പറഞ്ഞു. ചീമയാണ് ഒരേ ഉറക്കിപ്പിച്ചാണ്. അവന്റെ ട്രെയിൻ വരാൻ കാത്തിന് വേഗം പറഞ്ഞു. ഇനി കോഴിക്കോട് എത്തുന്ന വരെ നമ്മൾ ഒറ്റയ്ക്ക് യാത്രയാണ്. ആ വ്യക്തിയാണ് കോഴിക്കോട് നേരെ വരിക ചെയ്യുക. എന്തായാലും നമ്മളെ കയ്യിൽ പൈസ ഇല്ലാതെ ഫുൾ ചെലവ് ആ വ്യക്തിന്റെ വകയാണ്. ഇന്നാണ് ഈ സൂര്യനമ്മ നമുക്ക് ആവശ്യത്തിലേറെ നമുക്ക് വിറ്റാമിൻ ഡി തന്നോണ്ടിരിക്കും. പെട്ടെന്നൊരു ചേച്ചി മോള് വിളിക്കണേ, യാത്രികൻ കൃപയാ ധ്യാനം. ഇത് കേൾക്കുമ്പോൾ നമുക്ക് എന്ത് സംശയമാണ്, ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചതാണോ അതോ അപ്പൊ ലൈവായിട്ട് പറയണ്ടാണോ? എന്തായാലും ചേച്ചി നമ്മളെ ട്രെയിൻ വരുന്ന കാര്യം വിളിച്ചു പറയുന്നത്. കാണാൻ പോണ വ്യക്തി നല്ല പ്രിയപ്പെട്ടായോണ്ട് നമുക്ക് ഭയങ്കര സന്തോഷം. ഒന്നാമത്തെ സന്തോഷം കൂടെ കാരണം നമ്മൾ കണ്ടിട്ട് 6 മാസം. നമ്മളെ കോഴിക്കോട് എത്തിയിട്ട് പുള്ളിക്കാരെ കോഴിക്കോട് എത്തി. ഞങ്ങൾക്ക് നീണ്ട കാത്തിരിപ്പ്. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്. ഒരു വാക്കും വന്നതിന് ശേഷം ബസ്സിലിട്ട് നമ്മൾ മന്തി സ്പോട്ടിലേക്കാ പോണത്. ആളോട് കുറച്ചു സംസാരിച്ചിട്ടുള്ളൂ. തല പീരാന്ത് ഒറ്റപ്പാടിലൊക്കെ മാറി. ഞങ്ങളുടെ സന്തോഷം കൊണ്ട് ചിരിയാണ് നിൽക്കുന്നത്. നല്ല മന്തി കൂടി മേടിച്ചെന്നപ്പോ ഞാൻ വാക്കണം കൊടുത്തു. എല്ലാവരും ജീവിതത്തിൽ ഇതേപോലെ മന്തി മേടിച്ചെന്നിട്ട് സങ്കടം മാറ്റുന്ന ആൾക്കാരുണ്ട്. സുഖമല്ല എല്ലാവർക്കും. ഇപ്പൊ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവില്ലേ ആ പ്രിയപ്പെട്ട ആരാണ്. എന്തായാലും അടുത്ത വീഡിയോ പറയാം. പിന്നെ ഇത്രയുള്ളൂ, ബാക്കി നാളെ.